ആരാണ് ഈ പേപ്പറിൽ ഒപ്പിട്ടിരിക്കുന്നത്? ഈ പേപ്പറിൽ ഒപ്പിട്ടത് ആരാണ്? എങ്ങനെയാണ് ചോദിക്കുക? മിൻ വഖഅഹിന ഹാദൽ ഔറാഖ്, മിൻ വഖഅൽ ഔറാഖ്. ഇതാ ഈ പേപ്പറിൽ ഒപ്പിട്ടത് ആരാണ്? വഖഅ, ഒപ്പിടുക. ഇൻതല്ലി വഖഅത്, നീയാണോ ഒപ്പിട്ടിരിക്കുന്നത്? നീയാണോ സൈൻ ചെയ്തിരിക്കുന്നത്? വല്ല മു അനൽ മുവഖഅ, ഞാനല്ല ഒപ്പിട്ടവൻ. മു അനൽ മുവഖഅ, ഞാനല്ല ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അറബിക് യൂനിയുടെ ഏറ്റവും പുതിയ അറിവിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഈ പേപ്പറിലൊന്ന് ഒപ്പിടൂ എന്ന് പറയാൻ. സൈൻ ചെയ്യൂ, ഒപ്പിടുക എന്നാണ് മലയാളമാണ്. ഇതിലൊന്ന് സൈൻ ചെയ്യൂ എന്നങ്ങനെ പറയാം. വഖഅ ബില്ല, ബില്ലാഹി വഖഅഹിന അലൽ അസ്ഫൽ, അസ്ഫൽ താഴ്ഭാഗത്ത് ഒന്ന് ഒപ്പിടൂ, സൈൻ ചെയ്തു. വഖഅ വല്ലാഹി അന വഖഅത്, അന വഖഅത് ഞാൻ ഒപ്പിട്ടിരിക്കുന്നു. ഇൻ തവഖഅത് അയ്യോ അന വഖഅത് അല്ല നുസ്ഖ, ആദാ നുസ്ഖ മുവഖഅ, ഇത് സൈൻ ചെയ്ത കോപ്പിയാണ്. വഖഅത് അന മാ വഖഅത്. മിൻ സാഹിബ് തൗഖ, ആരാണ് ഈ ഒപ്പിൻ്റെ ഉടമ എന്ന്. തൗഖ ഒപ്പ്, വഖഅ ഒപ്പിട്ടു എന്ന് പറയും. ഓക്കെ, الوثائق انت وقع الوثائق, വസായിഖ് ഡോക്യുമെൻറ്റുകൾ. എന്താ വഖഅ الوثائق, ഡോക്യുമെൻറ്റുകളിൽ ഒപ്പിടുക എന്ന് പറയും. അപ്പോൾ തൗഖീഅ എന്ന് പറയാനും ഇതുപോലെ അറബി ഭാഷയുടെ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച വഖഅയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അതിൻ്റെ മറ്റൊരു ശൈലി ഇനിയും ധാരാളം മേഖലകളിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വഖഅ എന്നത്. അതിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ് അനമാ അത്വക്ക, അനമാ അത്വക്ക, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വല്ലാഹി മുതവക്ക اليوم في മത്തർ, ഫി മുതവക്ക اليوم في മത്തർ, ഇന്ന് മഴയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ അത്തവക്ക. മുതവക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലം തന്നെ മാറുകയാണ്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു വലിയ അർത്ഥമുണ്ട്, സംഭവിക്കുക എന്ന്. ഫേനിൽ വാക്ക്, ഫേനിൽ വാക്ക് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സാധാരണ പറയും ഹാദൽ വാക്ക്, ഹാദൽ വാക്ക് അൽ ഹഖീഖി, ഒരു സംഗതി നാം പറഞ്ഞിട്ട് ഇതാണ് യഥാർത്ഥ സംഭവം, സംഭവിച്ചിരിക്കുന്നത് എന്ന സംഭവത്തിനാണ് വഖഅ എന്ന് പറയുക. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം തലങ്ങളിലേക്കാണ് ഒരു പദം തന്നെ ഉപയോഗത്തിൽ വന്നിരിക്കുന്നത്. ഖുർആനിൽ തന്നെയുണ്ട്, ഇദാ വഖഅത്തിൽ വാഖിഅ, സംഭവിക്കാനുള്ളത് സംഭവിച്ചാൽ അതാണ് വാഖിഅ. അപ്പോൾ വാക്ക് എന്ന് പറയുന്നത് സംഭവിച്ചത് എന്ന അർത്ഥത്തിന്, സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഉപയോഗിക്കും. ഓക്കെ, മൗഖഅ എന്നതിന് ചാൻസ് എന്നതിന് ഉപയോഗിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ചാൻസ് സന്ദർഭം എന്ന സ്ഥലത്തേക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ അതവഖ പ്രതീക്ഷിക്കുക എന്ന അർത്ഥത്തിലേക്ക് ഉപയോഗിക്കും. വഖഅ നീ സൈൻ ചെയ്യുക, ഒപ്പിടുക എന്നർത്ഥം. അൻ തവഖഅ ബില്ല, ഇവിടെയൊന്ന് നീ ഒപ്പിടൂ എന്ന് പറയാനും അങ്ങനെ ഉപയോഗിക്കും. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഈ പദത്തിനെ ഞാനിതാ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. നന്നായി പഠിക്കുവാനും കൂടുതൽ അറിവ് നേടാനും അറബിക് യൂനിയുടെ പഠന പരിശീലന വേദിയിൽ നിങ്ങൾ അംഗങ്ങളാകുക. അങ്ങനെ അറബി ഭാഷ ഹൃദ്യമായും പറഞ്ഞ് പരിശീലിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഓക്കെ, ശുക്രൻ ലക്കും ജമീഅ, മഅ അൽഫ് സലാമ. السلام عليكم.